ജഷ്നെ ആസാദി എന്നുള്ള പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ജഷ്നെ ആസാദി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ദിനാഘോഷം എന്നാണ് അർത്ഥം. അപ്പം ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. आज जश्न आज़ादी का दिन है. स्कूल के मैदान में तिरंगा झंडा लेकर बच्चे जमा हो रहे हैं. किशोर भी उन बच्चों में शामिल हो गया. स्कूल असेंबली में हेडमास्टर तकरीर करने लगे. അപ്പം ഇനി നമുക്ക് അർത്ഥം നോക്കിയാലോ. ആജ് ജഷ്നെ ആസാദി കാ ദിൻ ഹേ. ഇന്ന് സ്വതന്ത്ര ദിനാഘോഷ ദിവസമാണ്. സ്കൂൾ കെ മൈതാൻ മേ തിരങ്കാ झंडा लेकर बच्चे जमा हो रहे हैं. സ്കൂളിൻ്റെ മൈതാനത്തിൽ ത്രിവർണ്ണ പതാക കൊണ്ടുവന്ന് കുട്ടികളെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ തിരങ്കാ झंडा എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണ പതാക. എന്താണ് ത്രിവർണ്ണ പതാക? ജമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക. എന്താണ് ജമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക. കിഷോർ ബി ഉൻ ബച്ചോ മേ ഷാമിൽ ഹോ ഗയാ. കിഷോറും ആ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഷാമിൽ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കിഷോറും ആ ഒരു കുട്ടികളുടെ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്കൂൾ അസംബ്ലിമേ ഹെഡ് മാസ്റ്റർ തക്രീർ കർനെ ലഗേ. അപ്പോൾ സ്കൂൾ അസംബ്ലിയിലെ ഹെഡ് മാസ്റ്റർ പ്രസംഗം പറയാൻ തുടങ്ങി. തക്രീർ എന്ന് പറഞ്ഞാൽ പ്രസംഗം. മുഹ്തറം മെഹ്മാനോ और प्यारे बच्चों आदाब. आज यौम आज़ादी है. हमारे देश के लिए आज का दिन बहुत अहम है. इस दिन हम तिरंगा झंडा बड़ी शान से लहराते हैं और मुल्क के कोने कोने में यौम आज़ादी मनाते हैं. അപ്പോൾ ഇനി നമുക്ക് അർത്ഥം പറയാം. മുഹ്തറം മെഹ്മാനോ, ബഹുമാനപ്പെട്ട അതിഥികളെ. മുഹ്തറം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട, മെഹ്മാനോ എന്ന് പറഞ്ഞാൽ അതിഥികൾ, ഓർ പ്യാരെ ബച്ചോ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ. ആദാബ് എല്ലാവർക്കും ആദാബ്. ആജ് യൗമെ ആസാദി ഹേ. ഇന്ന് സ്വതന്ത്ര ദിനമാണ്. യൗമെ ആസാദി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ദിനം. ഹമാരെ ദേശ് കെ ലിയേ നമ്മുടെ രാജ്യത്തിന് ആജ് കാ ദിൻ ബഹുത് അഹം ഹേ. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, അഹം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്. ഇസ് ദിൻ ഹം തിരങ്കാ झंडा ബഡി ഷാൻ സെ ലഹരാത്തെ ഹേ. ഈ ദിവസം നമ്മൾ ത്രിവർണ്ണ പതാക വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തുന്നു. അപ്പോൾ ഷാൻ എന്ന് പറഞ്ഞാൽ അഭിമാനം. എന്താണ് അഭിമാനം? ലഹരാത്തെ എന്ന് പറഞ്ഞാൽ ഉയർത്തുക. और मुल्क के कोने कोने में यौम आज़ादी मनाते हैं. രാജ്യത്തിൻ്റെ ഓരോ കോണിലും സ്വതന്ത്ര ദിനം ആചരിക്കുന്നു. മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജ്യം, കോനെ കോനേമേ എന്ന് പറഞ്ഞാൽ ഓരോ മൂലയിലും, മനാത്തേ ഹേ എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നു. प्यारे बच्चों, आपको मालूम है कि आज़ादी हासिल करने के लिए बहुत से लोगों ने कोशिश की. गांधी जी, भगत सिंह जैसे मुहिब्बाने वतन ने हमारे मुल्क को अंग्रेज़ों से आज़ाद कराया. बहादुर शाह जफर, झांसी की रानी से लेकर वक्कम अब्दुल कादर, के केളപ്പൻ जैसे रहनुमाओं ने भी इस जंग में हिस्सा लिया. അപ്പം നമുക്ക് അർത്ഥം പറയാം. പ്യാരെ ബച്ചോ പ്രിയപ്പെട്ട കുട്ടികളെ, ആപ്കോ മാലൂം ഹേ നിങ്ങൾക്കറിയാം, കെ ആസാദി ഹാസിൽ കർനെ കെ ലിയേ സ്വാതന്ത്ര്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ബഹുത് സേ ലോഗോനെ കോശിഷ് കി കുറേ ജനങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മാലൂം എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം. ഹാസിൽ എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക, ലോഗോം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, കോശിഷ് എന്ന് പറഞ്ഞാൽ പരിശ്രമം. गांधी भगत सिंह जैसे मुहिब्बाने वतन ने हमारे मुल्क को अंग्रेज़ों से आज़ाद कराया. ഗാന്ധിജി, ഭഗത് സിംഗ് അതുപോലെയുള്ള ദേശസ്നേഹികൾ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രരാക്കി. അപ്പോൾ മുഹിബ്ബാനെ വത്തൻ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹി. ആരാണ്? ദേശസ്നേഹികളാണ് മുഹിബ്ബാനെ വത്തൻ എന്ന് പറയുന്നത്. പിന്നെ അംഗ്രേസോം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്. ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ബഹദൂർ ഷാ ജഫർ, झांसी की रानी से लेकर वक्कम अब्दुल कादर, के केളപ്പൻ जैसे रहनुमाओं ने भी इस जंग में हिस्सा लिया है. ബഹദൂർ ഷാ ജഫർ, ഝാൻസി കി റാണി, വക്കം അബ്ദുൽ ഖാദർ, കെ കേളപ്പൻ എന്നീ നേതാക്കളെല്ലാം ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ രഹ്നുമാവോം എന്ന് പറഞ്ഞാൽ നേതാക്കൾ. ആരാണ്? നേതാക്കൾ. ജംഗ് എന്ന് പറഞ്ഞാൽ യുദ്ധം. ഹിസ്സ എന്ന് പറഞ്ഞാൽ പങ്ക് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഇവിടെ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. പ്യാരെ ബച്ചോ,
आज़ादी के लिए हमारे बुज़ुर्गों ने अपनी जान कुर्बान कर दी। आपको मालूम होगा कि हिंदुस्तान आज एक जमहूरी मुल्क है और हमारे मुल्क में सब लोग मिलजुल कर रहते हैं। പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, ആസാദി കെ ലിയെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഹമാരെ ബുസർഗോം നമ്മുടെ പൂർവികർ അപ്നി ജാൻ കുർബാൻ കർദി അവരുടെ ജീവൻ ബലിയർപ്പിച്ചു. അപ്പോൾ ബുസർഗോം എന്ന് പറഞ്ഞാൽ പൂർവികർ, ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, കുർബാൻ എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കുക. ആപ്കോ മാലൂം ഹോങ്കാ കെ നിങ്ങൾക്കറിയാം എന്തെന്നാൽ ഹിന്ദുസ്ഥാൻ ആജ് ഏക് ജംഹൂരി മുൽക്ക് ഹേ ഇന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജംഹൂരി മുൽക്ക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യം. और हमारे मुल्क में അതുപോലെ നമ്മുടെ രാജ്യത്ത് सब लोग मिलजुल कर रहते हैं എല്ലാവരും എല്ലാ ജനങ്ങളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. മിൽജുൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് എന്നാണ് അർത്ഥം. ഹിന്ദുസ്ഥാൻ को आगे बढ़ाने में जवाहरलाल नेहरू, अबुल कलाम आज़ाद जैसे रहनुमाओं ने बहुत कोशिश की और हमारा मुल्क दिन ब दिन तरक्की करता रहा. मैं उम्मीद करता हूँ कि आप लोग भी मुल्क की तरक्की में हिस्सा लेंगे. इन्हीं अल्फाज के साथ मैं अपनी तकरीर ख़त्म करता हूँ. जय हिंद. ഹിന്ദുസ്ഥാൻ കോ ആകെ ബഡാനെ മേ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനായിട്ട്, ആകെ ബഡാനെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുക. ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ് ജൈസെ രഹ്നുമാവോനെ ബഹുത് കോശിഷ് കി. ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ് പോലെയുള്ള നേതാക്കൾ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ജയ്സെ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നാണ് അർത്ഥം. ഇവിടെ അതുപോലെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. और हमारा मुल्क दिन ब दिन तरक्की करता रहा. ഇപ്പോൾ നമ്മുടെ രാജ്യം ദിവസം കൂടുന്തോറും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ദിൻ പ ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം കൂടുന്തോറും, തെർക്കി എന്ന് പറഞ്ഞാൽ പുരോഗമനം. മേ ഉമീദ് കർത്താ ഹും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉമീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. കെ എന്തെന്നാൽ ആപ് ലോഗ് ബി നിങ്ങളും മുൽക്ക് കി തർക്കി മേ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഹിസ്സാലേങ്കി പങ്കാളികളാകുമെന്ന്. ഇനി അൽഫാൽ കെ സാത്ത് ഈ വാക്കുകൾ കൊണ്ട് മേ അപ്നി തക്രീർ ഖത്തം കർത്താ ഹും ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ അവസാനം അദ്ദേഹം ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു പാഠഭാഗത്തിൻ്റെ വർക്കുകളുമായിട്ട് കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ്പം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.